ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡൊമിനിയോ ദീപക്. ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഉച്ചയ്ക്ക് ഒന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. ഇപ്പോൾ സൺഡേ ആണ്. ഞങ്ങളിവിടെ ട്രിവാൻഡ്രത്ത് കവടിയാറുള്ള ഒലീവ് റെസ്റ്റോറൻറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ജസ്റ്റ് വന്ന് ഇവിടെ ഇരുന്നു. ഞാനിനി ഇതിൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാക്കി സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒലിവ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ. അങ്ങ് താഴത്തോട്ട് ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് താഴത്തോട്ട് പോകണം. സ്ട്രെയിറ്റ് കാണുന്നത് ആക്ച്വലി അത് ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ്. അവിടെ ഒരു 10-50 പേർക്ക് ഇരിക്കാൻ പറ്റും. അകത്ത് എനിക്കിപ്പം കയറാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ വെളിയിലുള്ളതൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഹട്ട്സ് ആയിട്ടാണ്. ഒരു 4 പേർക്ക് ഇരിക്കാം, അല്ലെങ്കിൽ 6, 8, 12 അങ്ങനെ പലതരത്തിൽ കപ്പാസിറ്റിയെ ഹോൾഡ് ചെയ്യാൻ പാകത്തിനുള്ള കുറേ ഹട്ട്സ് ഇവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു ഹട്ടാണ്. പിന്നെ അത് അവിടെ കുറച്ച് കൂടുതൽ പേർക്ക് ഇരിക്കാവുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതൊരു ഫോട്ടോ സ്പോട്ടാണ്. ഞങ്ങൾ നിന്നെടുത്ത് 1-2 ഫോട്ടോസ് നമ്മൾ അവിടെ നിന്നെടുത്ത് നല്ലൊരു സ്പോട്ടായിട്ട് തോന്നി. നല്ല ഫോട്ടോസ് അവിടെ കിട്ടുന്നുണ്ട്. അവർ തന്നെ ഹെൽപ്പ് ചെയ്ത് തന്നു നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും ഇങ്ങനെ ഹട്ട്സ് ഇങ്ങനെ പോകുന്നു. നല്ല മരങ്ങളെല്ലാം നിൽപ്പുണ്ട്. അതിനകത്തോട്ട് ഇങ്ങനെ നേരെ ചെല്ലുമ്പോൾ അവിടെയും ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ ആക്ച്വലി അവിടെയാണ് ഇരുന്നത്. ഇതൊരു നല്ലൊരു സ്പോട്ടായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ കണ്ടു, ഇവിടെ ഇങ്ങനെ ചെറിയ ലോണൊക്കെ പിള്ളേർക്കൊക്കെ കളിക്കാം. പിന്നെ ഇതൊരു ബർത്ത്ഡേക്ക് വേണ്ടി അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കോട്ടേജാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ തരും. ഓവറോൾ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഫുഡെല്ലാം അവിടെ പറഞ്ഞു വെച്ചേക്കുവാണ്. സ്റ്റാർട്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ പോയിട്ട് നോക്കാം എന്താണ് നമ്മുടെ ഫുഡൊക്കെ വന്നോ ഇല്ലയോ എന്നുള്ളതൊന്ന് നോക്കാം. നമ്മുടെ ഫുഡ് വന്ന് തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് 2 സ്റ്റാർട്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു കബാബാണ്, ചിക്കൻ കബാബ്. മറ്റേതൊരു ജിഞ്ചർ എന്തുവരുന്നത് അസോർട്ടഡ് പെപ്പർ ചിക്കനാണ് ഒരു സ്റ്റാർട്ടർ പറഞ്ഞേക്കുന്നത്. പിന്നെ ഒരെണ്ണം ഒരു ചിക്കൻ കബാബാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം അതൊന്ന് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. നോക്കട്ടെ, ചിക്കൻ ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം. വലിയ പീസസാണ്, അത്യാവശ്യം വലിയ പീസസാണ് കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ, നല്ല ചൂടാണ്, അത്യാവശ്യം സ്പൈസിയാണ്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ്. എന്താ പെപ്പറിൻ്റെ എല്ലാം കൂടെ ഇത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കബാബ് എങ്ങനെയുണ്ടെന്ന് കൂടെ ഒന്ന് നോക്കാം. എല്ലാം നല്ല സ്റ്റീമിങ് ഹോട്ടായിട്ടാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. കബാബ് കൂടെ നോക്കട്ടെ. മസാലയൊക്കെ നല്ല പിടിച്ചിട്ടുള്ള കബാബാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. സാധാരണ കഴിക്കുന്ന പോലെയല്ല, സ്പൈസിയാണ്, നല്ല എരിവുണ്ട്, കൊള്ളാം. അപ്പോൾ സ്റ്റാർട്ടേഴ്സ് രണ്ടും എനിക്കിഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്, രണ്ടും സ്റ്റാർട്ടേഴ്സ് ഒരു രക്ഷയില്ല കേട്ടോ. ആദ്യം ഞാൻ കഴിച്ചപ്പോഴേ കുറച്ച് ചൂടായിരുന്നു. ഇപ്പം നല്ല കീടു ടേസ്റ്റ്, നല്ല സ്പൈസിയാണ്. നമ്മൾ പിന്നെ കുറച്ച് സ്പൈസി ആക്കാൻ പറഞ്ഞായിരുന്നു. രണ്ട് ഡിഷും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കിട്ടില്ല സ്റ്റാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയില്ല, കിടിലം സ്റ്റാർട്ടേഴ്സ്. ഇത് നിമിഷ നേരം കൊണ്ട് 2 സ്റ്റാർട്ടറും തീർന്നു. അന്യായ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല എരിവും ഉണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. എങ്ങനെ, നല്ല സൂപ്പർ അല്ലായിരുന്നോ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് 3 പേർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളുടെ മെയിൻ കോഴ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് ഡിഷസ് നമ്മൾ ഓർഡർ ചെയ്തില്ല, കാര്യം സ്റ്റാർട്ടേഴ്സൊക്കെ തിന്ന് തന്നെ നല്ല സെറ്റായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചിക്കൻ, ഇതെന്തായിരുന്നു, ഹോട്ട് ഗാർലിക് ചിക്കൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു മന്തി. ഇവിടുത്തെ മന്തി ഭയങ്കര ഫേമസ് ആണ്, ലെബനീസ് മന്തി എന്നാണ് പറഞ്ഞത്. വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു മന്തിയാണെന്നാണ് പറഞ്ഞത്. നമുക്കതും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോഴേ ആദ്യം നമുക്ക് ഈ ഫ്രൈഡ് റൈസ് ഒന്ന് കഴിച്ചു നോക്കാം. ഞാൻ ഫ്രൈഡ് റൈസും എടുത്തിട്ടുണ്ട്, നമ്മുടെ ചിക്കൻ ഇൻ ഹോട്ട് ഗാർലിക് സോസ്. ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ചിക്കൻ കൊള്ളാൻ കേട്ടോ, നല്ല സ്പൈസിയാണ്. എനിക്ക് സ്പൈസി ഫുഡ് ഇഷ്ടമായതുകൊണ്ട് നന്നായിട്ടുണ്ടത്.
ഫ്രൈഡ് റൈസും കൊള്ളാം. ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ എനിക്ക് എപ്പോഴും ഈ ചില്ലി വിനീഗർ എനിക്ക് ഇഷ്ടമാണ്. അതും കൂടെ ഒന്നിട്ട് കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെയൊക്കെ വരും. ഫ്രൈഡ് റൈസ് നോർമലി നമ്മൾ കിട്ടുന്ന ആ ഒരു ചൈനീസ് ഫ്ലേവർ വരുന്ന ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ, ആ ഒരു ഫ്രൈഡ് റൈസ് തന്നെയാണ്. ഇവിടെ ആരും മന്തിയിലോട്ട് ഇതുവരെ കൈ വെച്ചിട്ടില്ല. ഫ്രൈഡ് റൈസ് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ടോ ഫ്രൈഡ് റൈസ്? നല്ല ടേസ്റ്റ്, സൂപ്പറായിട്ടുണ്ടോ? അപ്പം നമ്മളുടെ ലെബനീസ് മന്തി ഇവിടുത്തെ സ്പെഷ്യാലിറ്റി മന്തിയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് അതെങ്ങനെയുണ്ടെന്ന് നോക്കണം. നന്നായിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ. ചിക്കൻ നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാണ് കേട്ടോ. ആ ഫ്ലേവേഴ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ ടേസ്റ്റാണ് ഈ ഡിഷിന്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. മന്തി കിടിലമാണ് കേട്ടോ, കിടിലം മന്തി. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു, വയറ് നല്ല നിറഞ്ഞു. എന്നാലും എന്തെങ്കിലും ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം 3 പേർ കൂടെ വേണ്ടിയിട്ട് ഒരു മൊയ്ത്തോ പറഞ്ഞു. ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ മൊയ്ത്തോ ആണ് പറഞ്ഞേക്കുന്നത്. അത് അവർ തന്നേക്കുന്ന ഗ്ലാസ് കണ്ടോ. അപ്പോൾ ഇത് ഫാമിലിക്ക് മൊത്തത്തോടെ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് കുടിച്ചു നോക്കട്ടെ ഇനി എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ സാധനം കേട്ടോ. ഇവിടെ പല ഫ്ലേവേഴ്സിലുണ്ടെന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞു ഇവരുടെ സ്പെഷ്യാലിറ്റി ഇതാണ്, പാഷൻ ഫ്രൂട്ടിൻ്റെ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങിച്ചത്. നല്ല കിടിലൻ ടേസ്റ്റ് കേട്ടോ. കിടിലൻ ടേസ്റ്റ് പറഞ്ഞാൽ കിടിലൻ ടേസ്റ്റ്. അപ്പം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. നല്ല ഹാപ്പിയായി, നല്ല വയറൊക്കെ നല്ല സ്റ്റഫ്ഡായി കഴിഞ്ഞു. നല്ല കിടിലൻ ഫുഡെന്ന് പറഞ്ഞാൽ കിടിലൻ ഫുഡായിരുന്നു. എല്ലാ ഡിഷസും കഴിച്ച എല്ലാ ഡിഷസും നല്ല സൂപ്പറായിരുന്നു. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ മന്തി ഉണ്ടല്ലോ, ലെബനീസ് മന്തി. അത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കനും നല്ല പ്രത്യേക ഫ്ലേവറിൽ ചെയ്തേക്കുന്ന ഒരു സാധനമായിരുന്നു. മറ്റേതൊന്നും മോശമൊന്നുമല്ല. എല്ലാ സ്റ്റാർട്ടേഴ്സ് ഉൾപ്പെടെ എല്ലാം നല്ല ഡിഷസായിരുന്നു. നമ്മൾ അവസാനം കുടിച്ച ആ മൊയ്ത്തോ സഹിതം പാഷൻ ഫ്രൂട്ടിൻ്റെ മൊയ്ത്തോ, ഇവിടെ ഒരുപാട് ഫ്ലേവേഴ്സിലുള്ള മൊയ്ത്തോ ഉണ്ട്. അപ്പോൾ അത് എല്ലാം ട്രൈ ഔട്ട് ചെയ്ത് നമുക്ക് നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വയറിൽ സ്ഥലമില്ലായിരുന്നു. അപ്പം ഈ റെസ്റ്റോറൻറ്റ് നിങ്ങൾ മറക്കണ്ട, മസ്റ്റ് ട്രൈ ആണ്. ഇത് കവടിയാർ ജംഗ്ഷനിൽ തന്നെയാണ്, കവടിയാറിൽ തന്നെയാണ് ഈ ഹോട്ടൽ ഇരിക്കുന്നത്, ഒലിവ് റെസ്റ്റോറൻറ്റ്. ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇവർ ചെറിയ പിന്നെ ഗ്യാതറിങ് പാർട്ടി അതുപോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവരിവിടെ 60 പേർക്ക് അല്ലെങ്കിൽ ഒരു 80 പേർക്കൊക്കെ ഇരിക്കത്തക്ക രീതിയിൽ ഇവരിവിടെ അകത്ത് ഹോളൊക്കെ ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്ത് തരും. മൊത്തത്തിൽ ഓവറോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.